സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് തിരിതെളിയുകയാണ്. പല പ്രതിഭകളെയും വാർത്തെടുത്ത ഈ കൗമാര കലാമേളയുടെ ഓർമ്മകളിലാണ് പ്രശസ്ത മൃദംഗ വിദ്വാൻ ചേർത്തല AK രാമചന്ദ്രൻ. 1957 നടന്ന ആദ്യ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒന്നാം സമ്മാനക്കാരൻ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. നിങ്ങൾ അവിടെ തന്നെ തുടരുക. ഓക്കെ, അതിലേക്ക്. എൺപത്തിരണ്ടുകാരനായ ചേർത്തല AK രാമചന്ദ്രന്റെ ഓർമ്മകൾ 67 വർഷം പിറകിലേക്ക് പായുന്നു. ഒന്ന് കണ്ണു ചിമ്മി തുറക്കുമ്പോൾ 15-കാരൻ രാമചന്ദ്രൻ എറണാകുളത്ത് നടന്ന ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥിയാവുന്നു. മൃദംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ സ്കൂൾ വിദ്യാർത്ഥി ഒരുപാട് വളർന്നു. സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടി. 45 വർഷമായി ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നു. ഒട്ടനേകം സംഗീത പ്രതിഭകൾക്കൊപ്പം വേദി പങ്കിട്ടു. എത്രയോ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. പക്ഷേ രാമചന്ദ്രൻ നായരുടെ വീടിന്റെ ചുവരിൽ അന്നത്തെ 15-കാരൻ നേടിയ ഒന്നാം സമ്മാന സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യത്തിൽ മറ്റൊന്നും ഇടം പിടിച്ചിട്ടില്ല. ആദ്യമായി സർക്കാർ സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുമ്പോൾ 9ാം തരക്കാരനാണ് രാമചന്ദ്രൻ. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഒറ്റത്തവണ മാത്രമേ അവസരം കിട്ടിയുള്ളൂ. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ തുടർച്ചയായി 3 തവണ മൃദംഗ മത്സരത്തിൽ ഒന്നാമനും മറ്റാരുമായിരുന്നില്ല. മൃദംഗം കയ്യിലെടുത്താൽ പ്രായത്തിന്റെ അവശതകൾ മറക്കും. പിന്നെയൊരു പെരുക്കമാണ്. ചേർത്തല സ്വദേശിയെങ്കിലും 65 വർഷമായി രാമചന്ദ്രൻ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്തേക്ക് കലയുടെ പുരമെത്തുമ്പോൾ ഓർമ്മയുടെ തിരയിളക്കമാണ് മനസ്സ് നിറയെ. അന്ന് 12 ജില്ലകളിൽ ഇന്നത്തെ പോലെ ഉപജില്ലകളൊന്നും വന്നില്ല. അപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഓരോ കുട്ടികൾ വന്നിരുന്നു. അങ്ങനെ വന്ന് 12 പേര് പങ്കെടുത്തു. 11 കുട്ടികളും ഒരേ താളത്തിലാണ് ആദ്യം വായിച്ചത്. ഒരു കുട്ടി മാത്രം വ്യത്യസ്തമായ ഒരു താളത്തിൽ വായിച്ചു. അപ്പോൾ ജഡ്ജസിന് ഒരു കൺഫ്യൂഷനായി. ഈ വേള വ്യത്യസ്തമായി വായിച്ചുകൊണ്ട് അയക്ക് കൊടുക്കണു. അപ്പോൾ ഈ 11 പേരിൽ ഞാനാണ് നന്നായിട്ട് വായിച്ചത്. എന്നോട് ചോദിച്ചു വേറെ ഏതെങ്കിലും താളം അറിയാമെന്ന് ചോദിക്കുകയും, അപ്പോൾ ഞാൻ ഇത് രണ്ടും അല്ലാത്ത വേറൊരു താളം മിശ്ര ജാപ്പ് എന്ന് പറയും, അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അതിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റും മറ്റേ കുട്ടിക്ക് സെക്കൻഡും അവർ പ്രഖ്യാപിച്ചത്. ആദ്യ കലോത്സവത്തിലെ മത്സരാർത്ഥിയായി, പിന്നീട് പല കാലങ്ങളിൽ കാഴ്ചക്കാരനായി. ഈ പ്രായത്തിലും വിശ്രമമില്ല. പേരക്കുട്ടിക്കൊപ്പം പോലും സംഗീത പരിപാടികളുടെ തിരക്കിലലിയുകയാണ്. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. വഴിയിലൊക്കെ വെച്ച് രാമേന്ദ്രൻ മാഷിനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ആകാശവാണി ദൂരദർശൻ കലാകാരൻ കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പരിചയമുണ്ട് താനും. ഈ നല്ല മനോഹരമായ ക്യാമറ സന്നിവേശമാണ് ഉണ്ടായത്. അഭിലാഷ് തൊഴുവൻകോട് തൊഴുതു നിന്നു ക്യാമറയ്ക്ക് പിന്നിൽ. നന്നായി.